താടി വടിക്കുന്നു, അയാൾക്ക് ആ ഹറാം, അയാൾക്ക് ആ ശിക്ഷ കിട്ടുക. അതവസരത്തിൽ അയാൾ വടിക്കും ചെയ്യുന്നു, വെക്കുന്നവനെ പരിഹസിക്കും ചെയ്താലോ കാഫിറായി പോകും. രണ്ടും വിധി രണ്ടാണ്. ശരിക്കും മനസ്സിലാക്കണം. പരിഹസിക്കരുത്, നിഷേധിക്കരുത്. ഒരു കാര്യം അയാൾ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ആ ചെയ്തില്ല എന്നതിന്റെ ശിക്ഷയുണ്ടാവും. പരിഹസിച്ചാൽ കുഫറായി പോകും. ചില ആൾക്കാർ പറയണ് മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇപ്പോ നമ്മളെ MSMലൊക്കെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ഒക്കെ കുട്ടികള് പ്രമാണങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നപ്പോ ചിലര് പറയാണ് എന്തൊരു ഗുലുവാണിത്, തീവ്രത തീവ്രത തീവ്രത. എന്താ മുഖത്തേക്ക് നോക്കാൻ വയ്യ, അങ്ങടെ ചപ്പറ താടിയും ഈ രൂപത്തിലുള്ള പാന്റും ഒക്കെ ഉണ്ട്, നടന്നാൽ ശരിയാവോ? എന്നാലോചിച്ചു നോക്കണം സഹോദരന്മാരെ. അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുക. അവര് ശല്യക്കാരല്ല, അവര് കുഴപ്പക്കാരല്ല, അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനം ഞാൻ നടത്തുന്നുവെങ്കിൽ എനിക്ക് നബി തങ്ങൾ പഠിപ്പിച്ച ഒരാശയത്തോടും മനസ്സിൽ വിമിഷ്ടമുണ്ടായിക്കൂടാ. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും സത്യമാണ്, അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും യാഥാർത്ഥ്യമാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂല് നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതൊക്കെ സ്വീകരിക്കണം. ഒരു വെറുപ്പുണ്ടാകാൻ പാടില്ല.